ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കാഷ്യൂ ബനാന ഷേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലായിട്ട് കുടിക്കാനായിട്ട് ചില കുട്ടികൾക്ക് മടിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളിങ്ങനെ പഴവും കാഷ്യൂവും വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്കൊരു 50 ഗ്രാം കാഷ്യൂ എടുത്ത് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്, പൊടിച്ചെടുക്കാം. 4 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ. അത് തൊലിയൊക്കെ കളഞ്ഞ് വേറൊരു മിക്സിയിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുവാണ്. ഇതിലേക്ക് നല്ലതുപോലെ തണുത്ത പാല് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുവാണ്. 250 ml ഗ്ലാസ് ആണ് ഇത്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ച കാഷ്യൂ പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് കിട്ടിയിരിക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ആദ്യം കുറച്ച് പാല് വെച്ചിട്ട് അടിച്ചത് പഴം നല്ലതുപോലെ അരയാൻ വേണ്ടിയിട്ടാണ്. ഈ ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. കാഷ്യൂ ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം. ഇതൊരു വൈറ്റ് കളറിലുള്ള ഷേക്ക് ആയതുകൊണ്ട് ഫോട്ടോയ്ക്കൊന്നും ഒരു ഭംഗി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബട്ടർസ്കോച്ച് നട്ട്സ് പൊടിച്ചിട്ട് ഇതിന്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ഈ ബട്ടർസ്കോച്ച് നട്ട്സ് വാങ്ങാൻ കിട്ടും. ഇതുകൂടാതെ ഇതിന്റെ മുകളിലോട്ട് കുറച്ച് കാഷ്യൂസും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും ഒരു ഫോട്ടോയ്ക്കൊരു ലുക്കൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹെർഷേസിന്റെ കാരമൽ സിറപ്പും കൂടി കുറച്ച് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ചെറുതായിട്ടൊക്കെ ഒരു ഭംഗി കിട്ടുകയും ചെയ്തു. ആ ഹെർഷേസിന്റെ സിറപ്പും കൂടി ചേർത്ത് കുടിച്ചപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്തു. ഇതൊന്നും ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. മിക്സിയിൽ അടിച്ച് നേരിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിച്ചാലും നല്ല ടേസ്റ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.